മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി ഉത്തർപ്രദേശിലെ വാരണാസിയും കാവഡ് തീർത്ഥാടനവും. ശിവഭക്തർ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലേക്ക് പോകുന്ന വഴിക്കാണ് വാരണാസി നഗരം മതസൗഹാർദ്ദത്തിന്റെ കാഴ്ച ഒരുക്കിയത്. കാവഡ് യാത്രയിൽ ഉണ്ടായിരുന്ന നൂറുകണക്കിന് ശിവഭക്തരെ മുസ്ലിങ്ങൾ പുഷ്പദളങ്ങൾ വർഷിച്ചും കുടിവെള്ളം നൽകിയുമാണ് സ്വാഗതം ചെയ്തത്. കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ട് BJP സർക്കാർ പുറത്തിറക്കിയ വിഭജന ഉത്തരവ് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി വാരണാസിയിലെ മുസ്ലിം ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്നത്. കനത്ത ചൂടിലും കാവഡ് യാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തിരുന്നു. മുസ്ലിം മതസ്ഥരായ നമ്മൾ പുഷ്പദളങ്ങൾ വർഷിച്ച് അവരെ സസന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ സ്വീകരണത്തിന് നേതൃത്വം നൽകിയ ആസിഫ് ഷേഖിന്റെ മറുപടിയാണിത്. കാവഡ് യാത്രയ്ക്ക് മുൻപ് BJP ഇറക്കിയ ഉത്തരവ് മതവിഭജനത്തിനു വേണ്ടിയാണെന്ന് കൊട്ടിഘോഷിച്ച് വിവാദങ്ങൾ സൃഷ്ടിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണ് വാരണാസിക്കാരുടെ ഈ സ്വീകരണം. തങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇത് ചെയ്തു പോരുന്നുണ്ട്. ശിവഭക്തർക്ക് വെള്ളക്കുപ്പികളും ഞങ്ങൾ നൽകുന്നുണ്ടെന്നും ആസിഫ് ഷേഖ് പറഞ്ഞു. വിവാദങ്ങൾ പലതും നിലനിൽക്കുന്നുണ്ടെങ്കിലും വാരണാസി എന്നും സംയോജിത സംസ്കാരമായ ഗംഗാ ജമുനി തഹ്സീബിന്റെ ഉദാഹരണമാണ്. ആ പാരമ്പര്യവും പൈതൃകവുമാണ് അവിടെയുള്ളവർ അന്നും ഇന്നും പിന്തുടരുന്നത്. ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങളും സിഖുകാരും ക്രിസ്ത്യാനികളും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. എല്ലാ ആഘോഷങ്ങളും വാരണാസിക്കാർ മതഭേദമന്യേ ഒരുമിച്ച് സന്തോഷത്തോടെയാണ് കൊണ്ടാടുന്നത്. ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാൻ തങ്ങളില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്ന ശിവഭക്തരെ അവർ മനസ്സ് നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നത്. കാശിയിൽ എല്ലാ മതസ്ഥരും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു എന്ന സന്ദേശം നൽകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങളുടെ സംയോജനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഗംഗാ ജമുന തഹ്സീബ് എന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമാണ് മുസ്ലിങ്ങൾ ശിവഭക്തരെ സ്വീകരിച്ചത്. ദേശീയ പതാകയും ഏന്തിയാണ് മുസ്ലിം മതസ്ഥർ കാവഡ് തീർത്ഥാടകരെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നത്. ഈ സൗഹാർദ്ദത്തെ അടക്കം തകർക്കാനാണ് ഹിന്ദുത്വ ശക്തികൾ പുതിയ ഉത്തരവുമായി വന്നതത്രേ. കാവഡ് യാത്ര കടന്നു പോകുന്ന വഴികളിലെ ഹോട്ടലുകളിൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവ് ഈ മതസൗഹാർദ്ദത്തെ കൂടി തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നുവെന്നാണ് വിവാദങ്ങൾ ഉയർന്നത്. ഇതിനു പിന്നാലെയാണ് ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് സർക്കാരും ഇത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. പേര് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി തിങ്കളാഴ്ച സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഉത്തരവിനെതിരെ പ്രതിപക്ഷ കക്ഷികളടക്കം വലിയ വിമർശനമാണ് ഉയർത്തിയിരുന്നത്. ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നത്. അതേസമയം കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ട് ഭക്തരുടെ ഭാഗത്തു നിന്നും ചില അക്രമ സംഭവങ്ങളും അരങ്ങേറിയിരുന്നു. ഭക്ഷണത്തിൽ ഉള്ളിയുടെ കുറച്ചു കഷ്ണങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് ഹോട്ടലുകൾ തകർത്തതായിരുന്നു ഒരു സംഭവം.